ചാനൽ വീണാസ് പഹേലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫിലിമിനെ കുറിച്ചാണ്. ഞാൻ ഇന്നലെ തോന്നുന്നു ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്തപ്പോൾ ആക്ട്രസ് മീരാനന്ദൻ്റെ ഒരു ഷോർട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിലവർ പറഞ്ഞിരുന്നു ഒരു ഫിലിം കണ്ടതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ ബാർബേറിയൻ എന്നാണ് ഫിലിമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ 2022 ഇറങ്ങിയ ഫിലിമാണ്, അമേരിക്കൻ ഫിലിമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എൻ്റെ ഒരു ഫിലിം ചൂസിങ് എന്ന് പറയുന്നത് എനിക്ക് മിസ്റ്ററി, ഹൊറർ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അങ്ങനെയൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മിസ്റ്ററി അടങ്ങിയ ഫിലിമാണ്. സാക്ക് ക്രെഗർ ആണത്, എന്താ പറയുക, റൈറ്ററും പ്രൊഡ്യൂസറൊക്കെ. റൈറ്റർ സാക്കാണ്. ആക്ച്വലി അദ്ദേഹം ഒരു കൊമേഡിയനാണ്. അപ്പോൾ ഒരു കൊമേഡിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫിലിം ശരിക്കും ഭയങ്കര എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നി. കാരണം അത്ര ഒരുമാതിരി മിസ്റ്ററിയാണ് അതിൽ നടക്കുന്നത്. ഹൊറർ എന്ന് പറയാൻ പറ്റില്ല, ഹൊററാണ്, പേടിപ്പിക്കുന്നതാണെങ്കിലും കൂടുതലും മിസ്റ്ററിയാണ് അതിലുള്ളത്. മിസ്റ്ററിയും ഒരു നമുക്ക് ഉള്ളിൽ ശരിക്കും വേറെ ഫീലായിരിക്കും പടം കണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. കുറച്ച് നേരം വരെ അതുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും എന്താ പറയുക, വേറൊരു നമ്മൾ ആ ഒരു ലോകത്ത് നമ്മൾ നിൽക്കണം പോലെ ഒരു ഫീല് എനിക്ക് മിക്കതും ഇങ്ങനത്തെ ഫിലിംസ് കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ എന്താവും എന്നുള്ളൊരു, അതായത് അങ്ങനെ ശരിക്കും സംഭവിച്ച പോലെ തോന്നും. അങ്ങനെ ഒരു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു മൂഡൊക്കെ അങ്ങനെയാണ് ആ ഫിലിമിൻ്റെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതാണ് ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനത്തെ റാനേഴ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ഹൊറർ, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പിന്നെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് അങ്ങനെയൊക്കെ ഇഷ്ടം. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല ആക്ച്വലി, ഇതിൽ മിസ്റ്ററിയാണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു ഫിലിമാണ്. പിന്നെ കാസ്റ്റ് എനിക്കങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ ഒബ്വിയസ്ലി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ വരുന്ന മിസ്റ്ററി ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫിലിം തുടങ്ങുമ്പോൾ തന്നെ ഒരു മിസ്റ്ററി എന്നുള്ള ഇതിൽ തന്നെയാണ് തുടങ്ങണതും. പിന്നെ നമ്മൾ പോകെ നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കൊന്നല്ല ഫിലിമിൻ്റെ ഒരു എന്താ പറയുക വഴി പോകുന്നത്. വേറെ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കഥയിൽ കൂടെ കഥ പോണ ഒരു എന്താ പറയുക സ്റ്റോറി ലൈനാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ത്രില്ലേഴ്സാണ് ഞാൻ കൂടുതൽ ചൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഫിലിംസ് എന്താ പറയുക, ആര് സജസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ തേടിപ്പിടിച്ച് കാണുന്ന ഒരു റാനറാണ് ഈ ഒരു ഫിലിംസ് എന്ന് പറയുന്നത്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ റാൻഡംലി ഞാൻ കണ്ടതാണ്. അപ്പോൾ ആക്ച്വലി എൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് മിസ്റ്ററി ത്രില്ലേഴ്സ് എന്നുള്ള ഇതിൽ. പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ഫിലിംസ്. അപ്പോൾ ഞാൻ എവിടെ കണ്ടാലും അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ആ ഷോർട്ട് കണ്ടപ്പോൾ എന്താ കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു വൈകിട്ടാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞാൻ ഷോർട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫിലിം കണ്ടു. എന്താ പറയുക, ഇന്നലെ രാത്രി ശരിക്കും എന്താ പറയുക, അതിൽ ഓരോ സീൻസും ശരിക്കും ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരുവിധം എന്താ പറയുക മിസ്റ്ററി ഫിലിംസ് അല്ലെങ്കിൽ ഈ ഹൊറർ റാനറിലുള്ള ഫിലിംസ് കാണാറുണ്ട്. പക്ഷെ ഇത് വേറൊരു ലോകമായിരുന്നു അത്. എനിക്ക് എന്താ പറയുക ഭയങ്കര മനസ്സിലിങ്ങനെ കൊണ്ടു ഫിലിം എല്ലാം കൊണ്ടുട്ടോ. അതിൽ ക്ലൈമാക്സ് ആയാലും അതിൽ പറയുന്ന ഒരു ഇന്നർ ത്രെഡ് ആയാലും സ്റ്റോറി പോകുന്ന രീതി ആയാലും, തുടക്കമൊക്കെ നമ്മൾ വിചാരിക്കും സാധാരണ ഹൊറർ ഫിലിംസ് പോലെ തന്നെ കുറേ പേടിപ്പിക്കുന്ന സംഭവങ്ങളും, അങ്ങനെ പേടിക്കണത് വേറെ, നമ്മളിങ്ങനെ ഒരു പോയിന്റിൽ നിർത്തുന്ന ഒരു ഇതും വ്യത്യാസം. അപ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാണാം. മിസ്റ്ററി എന്നുള്ളതിൽ മാത്രമല്ല, നല്ല ഒരു മെയിൻ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഫിലിമിൻ്റെ ഒരു മേക്കിംഗ് പോണത്. അപ്പോൾ ഒരുപാട് ഇമോഷണൽ സംഭവങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫിലിം നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ആ മെയിൻ ഇത് മനസ്സിലാക്കാതെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട. അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലാണ്ട് അതിലുപരി
ഒരുപാട് കാര്യങ്ങൾ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനത്തെ പടങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ എന്താ പറയുക അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആക്ച്വലി പറയുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് എവിടെ ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതൊക്കെ അത്രയല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഞാൻ മുൻപൊരു ഫിലിമിൻ്റെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഓരോ ഫിലിംസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്യാം. എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഷെയർ ചെയ്യാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ ഈ ഫിലിം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യുക, കാണുക. അപ്പോൾ നമ്മൾ ഓരോരുത്തർ പറയുമ്പോഴാണല്ലോ നമ്മളും ഇങ്ങനത്തെ പടങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു തീമുള്ള ഫിലിമാണെങ്കിൽ എന്തായാലും ഡെഫിനറ്റായിട്ട് കണ്ടിരിക്കുക, കാണുക, എൻജോയ് ചെയ്യുക, നമുക്ക് എടുക്കാൻ പറ്റണത് എടുക്കുക, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനിയും ഇങ്ങനത്തെ നല്ല ഫിലിമിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യാം, ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.